കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായാണ് 59-കാരനായ മാർക്ക് കാർണിയെ ലിബറൽ പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പാർട്ടി തിരഞ്ഞെടുപ്പിൽ ക്രിസ്റ്റ്യ ഫ്രീലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് കാർണിയുടെ മുന്നേറ്റം. 86% വോട്ടുകളാണ് മാർക്ക് കാർണി നേടിയത്. അപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനി എസ് ആണ് നമുക്കൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി ചേർന്നത്. അശ്വിനി, ഗുഡ് മോർണിംഗ്. ഈ 9 വർഷം നീണ്ട ഭരണത്തിനൊടുവിലാണ് താൻ ഭരണം ഒഴിയുന്നു, താൻ ഇനി ഈ പദവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങുന്നത്. പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ കാർണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അമേരിക്കയ്ക്കെതിരെ മുൻപും അതിശക്തമായ നിലപാട് പരസ്യമായി തന്നെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അമേരിക്കയുമായി ചുങ്കം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ അടക്കം തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ പുതിയ പ്രധാനമന്ത്രിയുടെ ഈ സ്ഥാനാരോഹണത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? എത്രയാണ് ഈ നിലവിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി പറഞ്ഞ പോലെ അതുതന്നെയാണ് നിർണായക ചോദ്യം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്, അതായത് പുതിയൊരു പ്രധാനമന്ത്രിയെ കാനഡ തെരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത് വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം തന്നെയാണ്. കാരണം ട്രംപ് അധികാരത്തിലേറിയ ശേഷം കാനഡയ്ക്ക് മേൽ ഈ താരിഫ്, അതായത് ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ കയറ്റുമതി ചുങ്കത്തിനടക്കമുള്ള ഈ വർധന ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇത് കയറ്റുമതി ഇറക്കുമതി അടക്കമുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാമ്പത്തിക എക്കണോമി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്കണോമിയുള്ള രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഒരു നടപടി കാനഡയെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മൈക്ക് കാർണി എടുത്ത നിലപാട് വളരെ ശക്തമായ ഒരു നിലപാട് തന്നെയായിരുന്നു. ജസ്റ്റിൻ ട്രൂഡോയേക്കാൾ അതിനേക്കാൾ ഉപരി, അതായത് പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ കൈക്കൊണ്ട നിലപാടിനേക്കാൾ ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ മൈക്ക് കാർണി എടുത്തിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ, സാമ്പത്തിക രംഗത്തെ അദ്ദേഹത്തിന്റെ അറിവും അതുപോലെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയവും അടക്കമുള്ള ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു നീക്കത്തെ എതിർത്തതും അതിനെതിരെയായിട്ടുള്ള നടപടികളടക്കം അദ്ദേഹം കൊണ്ടുവരുമെന്നും പറഞ്ഞത്. ഈ ഒരു വിമർശനം തന്നെയാണ്, അതായത് ട്രംപ് വിരുദ്ധമായ അദ്ദേഹത്തിന്റെ വിമർശനം തന്നെയാണ് ഈ 80% വോട്ട് ലിബറൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു വോട്ട് നേടി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ മൈക്ക് കാർണിയെ സഹായിച്ചത്. അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ തന്നെ ഈ പ്രധാനപ്പെട്ട ഈ വിഷയം, അതായത് കാനഡയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ചുങ്കത്തിന്റെ ഈ വിഷയത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം എടുക്കുന്ന നിലപാട് നിർണായകമാവുക. ട്രംപിന്റെ ഈ നീക്കത്തെ ഏത് തരത്തിൽ നേരിടാൻ സാധിക്കുമെന്നത് വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ചും കാനഡയുടെ ഒരു സാമ്പത്തികം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കയറ്റുമതി, കാനഡയിൽ നിന്നുള്ള കയറ്റുമതി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാമ്പത്തികമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് G7 രാഷ്ട്രങ്ങളിലെ 2 രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട, അതായത് സെൻട്രൽ ബാങ്കുകളുടെ ഗവർണറായി പ്രവർത്തിച്ച വ്യക്തി എന്ന അപൂർവ നേട്ടവും അത് മൈക്ക് കാർണിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയത്തിൽ മുൻ പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് ആദ്യമായി കാനഡയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി എത്തുന്നു എന്നൊരു പ്രത്യേകതയും മൈക്ക് കാർണിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ട്. ഇംഗ്ലണ്ടിന്റെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ട് പൗരൻ അല്ലെങ്കിൽ UK പൗരനല്ലാത്തൊരു വ്യക്തി അതിന്റെ തലപ്പത്തെത്തുന്നത്. അത് മൈക്ക് കാർണി ആയിരുന്നു. അതുപോലെ തന്നെ 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കാനഡയെ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ നിർണായകമായ പങ്ക് വഹിച്ചതും അന്ന്. ശരി അശ്വിനി, ഇനി ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനെ കാനഡ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി ഈ വിഷയത്തിൽ എന്താവും ട്രംപിന്റെ നിലപാട് എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യം ഒന്നും ശരിയല്ല. അപ്പോൾ ട്രംപിന്റെ നിലപാടുകളും ഒക്കെ പ്രവചനാതീതമാണ് പല വിഷയങ്ങളിലും എടുക്കുന്നത്. ശരി അശ്വിനി, അപ്പോൾ ഇനിയിപ്പം എങ്ങനെയാണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലെ നീക്കങ്ങൾ എന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്. കാരണം ഒന്നിനെയും പറ്റിയും ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന നമ്മുടെ അമേരിക്കൻ ഭരണാധികാരി.